അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. സേമിയ പായസം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. എന്നാലും ഇത് എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം എന്ന് പറഞ്ഞാൽ സേമിയ പായസമാണല്ലേ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പായസം സേമിയ പായസം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഈ റെസിപ്പി ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഒരു 5-6 കാഷ്യൂനട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് രണ്ടും നന്നായിട്ട് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കണം. 1 ലിറ്റർ പാലുകൊണ്ടാണ് ഞാനിവിടെ പായസം ഉണ്ടാക്കുന്നത്. 1 കപ്പ് വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. അതും ചെറിയ വെർമിസെല്ലിയാണ്. അതുകൊണ്ട് ഈ നെയ്യിലിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കൂടാതെ ഈ പായസത്തിൽ വെർമിസെല്ലി ഞാൻ കളറൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് നെരിയിച്ചെടുക്കുമ്പോൾ തന്നെ ചിലതിൻ്റെയൊക്കെ കളറ് മാറി വരും. അങ്ങനെയും കൂടെ ആകുമ്പോൾ നമ്മളെ പായസത്തിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അധികം കരിയിച്ചെടുക്കുന്നില്ല കേട്ടോ, ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ വെർമിസെല്ലി നന്നായിട്ട് നെയ്യിൽ പാകത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ പാല് കൊണ്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ചൂടുള്ള സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് തണുപ്പൊക്കെ പോയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സേമിയ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സേമിയയിലെ പായസത്തിന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ പാലൊന്ന് തിളക്കുന്നത് വരെ സേമിയ നമുക്ക് വേവിച്ചെടുക്കണം. പാല് തിളക്കുമ്പോഴേക്കും നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടും. അധികം വെന്ത് പോവരുത് കേട്ടോ. അധികം വെന്ത് പോയാൽ നന്നായിട്ട് അലിഞ്ഞു പോവും. അതുകൊണ്ട് പാകത്തിന് വേവാകുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോഴേക്കും സേമിയ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള മധുരം ചേർത്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ ഒരു 1/4 കപ്പ് മിൽക്ക്മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മിൽക്ക്മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ നന്നായിട്ട് ലോ ആക്കി വെച്ചിട്ടുണ്ട്. മിൽക്ക്മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി എടുത്താൽ മതി. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് അങ്ങനെ കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായി ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മധുരം ഇഷ്ടമുള്ളവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ മധുരം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം പായസം ഒന്ന് നന്നായിട്ട് ഇളക്കി മധുരമൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി വെക്കാം. ഇനി ഒരു അല്പം കൂടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. കാരണം നമ്മുടെ പാല് പാട കെട്ടിയിട്ട് മേലെ ഇങ്ങനെ കളറ് മാറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ പായസം ചൂടാറുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. അതുപോലെ ഇനി പായസം കുറുകി വരികയാണ് എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ആവശ്യത്തിന് വെള്ളമാക്കിയെടുക്കാം. ഈ പായസത്തിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരല്പം ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം സാഫ്രോണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാഫ്രോണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നോടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്.